മമ്മൂട്ടി ഭ്രമയുഗം, അഭിമാനയുഗം. കാരണം മമ്മൂട്ടി എന്ന പേര് പറയുമ്പോൾ എല്ലാവരും കഴിഞ്ഞ ഒരു 5 കൊല്ലമായി ട്രോളുന്നതാണ്. ഒരുപക്ഷെ 2013 മുതലാണ് ഈ ട്രോളിന്റെ ഒരു തുടക്കം. കാരണം ദൃശ്യം 50 കോടി എത്തിയപ്പം ഈ 50 കോടിയില്ല, പുലിമുരുകൻ 100 കോടി എത്തിയപ്പോൾ അല്ലെങ്കിൽ 150 കോടി എത്തിയപ്പോൾ മമ്മൂട്ടി 50 കോടിയിലില്ല, 100 കോടിയിലില്ല. ശരിയാണ്, ഇതെല്ലാം പറഞ്ഞത് വളരെ കറക്റ്റാണ്. മമ്മൂട്ടിക്ക് അങ്ങനെയുള്ള സിനിമയില്ല. പക്ഷെ ആദ്യത്തെ 25 കോടി എന്ന് പറയുന്നത് രാജമാണിക്യം എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. പക്ഷെ അങ്ങനെ അന്ന് കോടിക്കണക്കിന്റെ കഥകളില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയുടെ ജാതി, മമ്മൂട്ടിയുടെ രാഷ്ട്രീയം വളരെ തുറന്നു പറയുകയാണ്. ഈ 2 കാര്യങ്ങളായിരിക്കാം മമ്മൂട്ടിയെ ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ അവാർഡിൽ നിന്നും പത്മശ്രീ കിട്ടിയതിനു ശേഷം 26-27 വർഷങ്ങളോളമായി അദ്ദേഹത്തിന് ഒരു അവാർഡുകൾ പോലും, പ്രമുഖ അവാർഡുകൾ എന്ന് പറയുന്ന പത്മഭൂഷൺ, വേണമെങ്കിൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വരെ ആദ്യം കൊടുക്കാവുന്ന നടൻ മമ്മൂട്ടി തന്നെയാണ്. കാരണം സംശയം വേണ്ട, മോഹൻലാൽ തീർത്തും അർഹനാണ്. പക്ഷെ ആദ്യം കൊടുക്കുക, കാരണം പത്മശ്രീ ആദ്യം കിട്ടിയതാണ്, നാഷണൽ അവാർഡ് ആദ്യം കിട്ടിയതാണ്. മമ്മൂട്ടി എല്ലാ രീതിയിലും വ്യത്യസ്തമായി പടങ്ങൾ ചെയ്യുന്നു, ഗംഭീര പ്രകടനം നടത്തുന്നു. ഇതെല്ലാം ചെയ്തിട്ടും മമ്മൂട്ടിയോടൊരു ആദരവ് കാണിക്കുന്നേ ഇല്ല. അത് 99-2000 എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും എല്ലാം സെയിം പിച്ച് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്. ആരും ഇദ്ദേഹത്തിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല, നല്ല ബഹുമതികൾ കൊടുക്കുന്നില്ല, ബെസ്റ്റ് നടനുള്ള അവാർഡും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു വട്ടം പഴശ്ശിരാജയും പാലേരി മാണിക്യവും കുട്ടിസ്രാങ്ങും ഒരേ സമയം മത്സരിച്ചപ്പോഴും അമിതാഭ് ബച്ചന്റെ പാ എന്ന് പറഞ്ഞ മാസ്ക് ഇട്ട പടത്തിന് അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തതാണ് കേന്ദ്ര സർക്കാർ. അത്രയ്ക്ക് അവഗണന ഏറ്റുവാങ്ങിയ ഒരു നടൻ. ഇന്നിപ്പോ നമ്മളൊക്കെ സ്വപ്നം എന്ന് കാണുന്ന ഓസ്കാർ അക്കാദമിയിലേക്ക് തെരഞ്ഞെടുത്ത ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടിക്കും രാഹുൽ സദാശിവനും ക്ഷണം കിട്ടുകയും ചെയ്തു. ഇതിൽ കൂടുതൽ എന്ത് 100 കോടി, ഇതിൽ കൂടുതൽ എന്ത് 1000 കോടി. ഇങ്ങനെ ലോകത്തിൽ അഭിനയം കൊണ്ട് ജാതിയും മതവും ഇല്ലാതെ, മമ്മൂട്ടി ഒരു മുസൽമാനായി ജനിച്ചു അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പാർട്ടിയുടെ ഇതുണ്ട്, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ അവരുടെ ജാതിയോ മതമോ ഒന്നുമല്ല, നമ്മൾ അവരുടെ അഭിനയമാണ് നോക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർ ഇത്രയും ടോപ്പിൽ, മമ്മൂട്ടി ഇത്രയും ടോപ്പിൽ എത്തുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ ചർച്ചയിൽ, ഓരോ വർഷത്തെ ചർച്ച കഴിയുമ്പോഴും ഒരു പാൻ ഇന്ത്യൻ ചർച്ചകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, അത് മമ്മൂട്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ്? അഭിനയം കൊണ്ട് അദ്ദേഹം അമ്പരിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന് 74-ാമത്തെ വയസ്സായി. അസുഖങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ദൈവം സഹായിച്ച് എല്ലാം മുന്നേറി വരുമ്പോഴും ഇപ്പോഴും അടുത്ത വർഷത്തായിരിക്കും 2026 പ്രോജക്റ്റുകളിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ 85 വയസ്സുകാരനാണ് സമയം ചെയ്യുന്നത്. 74 കഴിഞ്ഞ് 75 പോകുന്ന മമ്മൂട്ടിയാണ് അതിനകത്ത് നായകൻ. ഇങ്ങനെയൊക്കെയുള്ള മാജിക്കുകൾ ഇവിടെ നടക്കുകയാണ്. ഇത് മമ്മൂട്ടിക്ക് മാത്രമേ പറ്റൂ. അതേസമയം 21-22 വയസ്സുകാരൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. അന്നേരം എല്ലാ രീതിയിലും ഗംഭീര പടങ്ങൾ ചെയ്യുകയും പക്ഷെ അർഹത ഉള്ള ഒരു അവാർഡുകളും സംസ്ഥാന തലത്തിൽ ഇത് കിട്ടുന്നുണ്ട് ഇപ്പോഴൊക്കെ. പക്ഷെ ദേശീയ തലത്തിൽ ഒരു ബഹുമതികളും ഇദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ഇത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ, ഇവിടെ പല രീതിയിലുള്ള എല്ലാ നേതാക്കളും ഉണ്ട്, മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരോടും മമ്മൂട്ടി ഒരുപോലാണ് ഇടപെടുന്നു. ഇതൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഇദ്ദേഹത്തിനെ പരിഗണിക്കാത്തത് അങ്ങേയറ്റം മോശമെന്നല്ല, അതിന് വേറെ ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും അത് ശരി തന്നെയാണ്. പക്ഷെ ഇത് ഓസ്കാർ അക്കാദമിയിലേക്ക് ക്ഷണം കിട്ടിയെന്നറിഞ്ഞപ്പം ഏതൊരു മലയാളിക്കും അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനും അതൊരു ചാരിതാർത്ഥ്യമുള്ളൊരു ദിവസം തന്നെയാണ്. ഫെബ്രുവരി 12 ഒരു നല്ലൊരു ദിവസത്തിൽ മമ്മൂട്ടി ക്ഷണം കിട്ടി, മമ്മൂട്ടി അവിടെ ചെല്ലാൻ മമ്മൂട്ടി തയ്യാറാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാം, ഒരു അഭിമാന യുഗം തന്നെയാണ് ഭ്രമയുഗം.